Yes, no. ഹിന്ദി മാസ്റ്ററല്ലേ? ഓ യു ആർ ഗ്രേറ്റ്. 10 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കൃത്യമായി 9:55 ഓ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. പ്ലീസ് കം ഇൻ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഞാൻ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്. ഇക്കാലത്ത് കൃത്യനിഷ്ഠയുള്ള ആൾക്കാരെ കാണുന്നത് വളരെ വിഷമമാണ്. എന്റെ അച്ഛനും വലിയ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു. ആ തോന്നി. ബ്ലഡിനുള്ളതാണ്. 10 ഗുണം 10 ഗുണം. സാർ, എന്റെ മോളുടെ ഹിന്ദി വളരെ വീക്കാണ്. നന്നായി, നന്നായി. ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്റെ വല്യച്ഛൻ ഒരു ഉത്തർപ്രദേശുകാരനായിരുന്നു. ഒരു ഹിന്ദി ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത്. സാറിന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി സാറിന് ഒരു നോർത്ത് ഇന്ത്യൻ കട്ട്. രാജേഷ് ഖന്ന എന്ന് പറയുന്ന ഒരു ഹിന്ദി നടനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്റെ ഒരു അമ്മാവനാ വകയിൽ. ആണോ? എന്റെ മോൾ ഇത് കേട്ട അന്തം വിടും. വിടട്ടെ. സത്യത്തിൽ രാജേഷ് ഖന്ന അമ്മാവനാണ് എന്നെ ശരിക്കും ഹിന്ദി പഠിപ്പിച്ചത്. അയ്യോ, അപ്പോ എന്റെ മോളുടെ ഭാഗ്യം തന്നെ. സാറിന് വലിയൊരു ഫീസ് തരേണ്ടി വരുമല്ലേ? ഫീസ് എനിക്കൊരു പ്രശ്നമല്ല. എന്റെ സ്റ്റുഡന്റ് വളരെ നന്നായിരിക്കണം. പിന്നെ ഈ ഹിന്ദി ഒരു രാഷ്ട്രഭാഷയാണല്ലോ നമ്മുടെ. ഈ രാഷ്ട്രഭാഷ നന്നായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം തന്നെ. ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് ഹിന്ദി സാറിന്റെ കാര്യം. ഇങ്ങനെ ഒരാളെ കിട്ടാനായിരിക്കും ഇത്രയും നാൾ വൈകിയത്. പിന്നെ എനിക്ക് എന്റെ സ്റ്റുഡന്റിനെ കാണാൻ നേരമായി. ഓ 10 o'clock. കൃത്യനിഷ്ഠ. മോളെ മീനു, ഹിന്ദി മാസ്റ്റർ വന്നിരിക്കുന്നു. വേഗം ഒരു പുസ്തകം വാ. പിന്നെ രാജേഷ് ഖന്ന അമ്മാവന്റെ കാര്യം എന്റെ സ്റ്റുഡന്റിനോട് ഇപ്പൊ പറയണ്ട. കുട്ടി ഭയപ്പെടും. അത് നമുക്ക് പിന്നെ പറയാം. You are right, you are right. മീനു, ഇതാണ് ഹിന്ദി മാസ്റ്റർ രാജേഷ്. ഞാൻ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. ഭക്ത ഖന്ന. യെസ്, ഭക്ത ഖന്ന. അപ്പോ നമുക്ക് തുടങ്ങാം ബന്ന സാറേ. ഖന്ന. സോറി, ഖന്ന സാറേ. ആദ്യം വെറും പരിചയപ്പെടൽ. സ്റ്റുഡന്റിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നാളെ ക്ലാസ് തുടങ്ങാം. എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ടേ. ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് ബികോമിന്. അപ്പോ കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, നാളെ കാണാം. ചല, ഞാൻ പോകുന്നു. ഞാൻ പറഞ്ഞുതരാം. മാഞ്ഞു പോയതാ. അല്ല സാറ്, ഞാൻ മേജർ നായരുടെ മകളെ ഹിന്ദി പഠിപ്പിക്കാൻ വന്നതാ. മകളോ? അങ്ങനെ ഒരു മകളില്ലല്ലോ. മേജർ നായർ എന്റെ അച്ഛനാ. ഞാൻ അദ്ദേഹത്തിന്റെ ഒറ്റ മോനാ. ഹിന്ദി ക്ലാസ് എനിക്കാ. പക്ഷേ എന്റെ അമ്മ സ്മോൾ പോക്സ് വന്ന് കിടക്കുക. ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. സാറിന്റെ വീട്ടിൽ ക്ലാസ് എടുക്കാൻ അങ്ങനെ സൗകര്യം. എക്സാം എടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് ക്ലാസ് എടുത്ത് തീർക്കണം. അങ്ങോട്ട് പോവാം. ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ദാസൻ ചട്ടമ്പിയെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു. ചട്ടമ്പികളാരെയും സഹായിക്കാറില്ല. കുത്തും കുടലെടുക്കും, അത്രേ ഉള്ളൂ. അത്ര എനിക്കും വേണ്ടു. കുത്തണം, പക്ഷെ കുടലെടുക്കണ്ട. ആ നാറി ഒരു പാഠം പഠിപ്പിച്ചാ മതി. മനസ്സിലായില്ല. ആ രമേശൻ നായരനെ കുളം തോണ്ടി 500 1000 എന്താ വേണ്ട ചെയ്യാൻ തരാം. തന്നെ അവൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു അല്ലേ? അവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. എങ്കിൽ അവനെ അങ്ങ് കൊന്നേക്കാം. ഓ, അത് വേണമെന്നില്ല. കുറെ കാലത്തെങ്കിലും അവൻ എഴുന്നേറ്റ് നടക്കരുത്. ഇനി ഒരുത്തനെ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല.
എങ്കിൽ കാൽ രണ്ട് വെട്ടി കളയാം. പിന്നെ കണ്ണുകുത്തി പിടിക്കണോ? അതൊക്കെ ദാസൻ ചട്ടപ്പയുടെ ഇഷ്ടം. എങ്കിൽ 1101 അത്രയും രൂപ തരണം. 1000 എന്റെ റേറ്റ്. 101 രൂപ കൂർമ്മക്കാവിലെ ഭണ്ഡാരത്തിലിടാനാ. അതാ എന്റെ പതിവ്. ഏറ്റു, എല്ലാം ഞാൻ ഏറ്റു. എവിടെടാ നിന്റെ മുതലാളി? പറയടാ. പോയി, ഇവിടുന്ന് പോയി. എങ്ങോട്ട് പോയി? വീട്ടിലേക്ക്. അല്ല, വീട്ടിലേക്കല്ല, എങ്ങോട്ടോ പോയി. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. എന്റെ കത്തിക്ക് ജോലി ഉണ്ടാക്കണ്ട. വീട്ടിലേക്ക് പോയി. എങ്കിൽ വീട്ടിൽ വെച്ച് തന്നെയാണ് അവന്റെ അന്ത്യം. ഈശ്വര, ഇതെന്ത് കഥ? വൃത്തിയായിട്ട് എഴുതുമോളെ. താരം. അയ്യോ, കൊല കൊല കുത്തിക്കൊല. എന്താ കുറിപ്പേ? ജീവന് കൊതിന്റെ ഓടിക്കോ. എന്താ കുറിപ്പേ? കാര്യം പറ. അതൊന്നും പറഞ്ഞിക്കാൻ നേരല്ല. വാ വരി, വാ മോളെ. ഞാനാ പറഞ്ഞത് പിൻഭാഗത്തോട് ഓടിക്കോളാൻ. താൻ കാര്യം പറയണോ? എന്താ? ദാസൻ, കാരക്കൂട്ടിൽ ദാസൻ കത്തി നിവർത്തി ഇപ്പെത്തും കുത്തും. അയ്യോ രമേശേട്ടാ, കരയിൽ വന്നു. എവിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയി വീട്ടിലുണ്ടെന്ന്. നിങ്ങളോട് ഓടാനല്ലേ പറഞ്ഞു. ദാസൻ എന്താ എന്നെ കൊല്ലുന്നത്? ഞാൻ എന്ത് ചെയ്തു? തെറ്റും ശരി നോക്കാനുള്ള സമയമല്ലേ ഇത്. രമേശ കുറിപ്പ് പറയുന്നത് കേക്ക്. നീ ഓടിക്കാൻ മോനെ. അമ്മ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? രമേശേട്ടാ, എനിക്ക് വയ്യൊരു കൊലക്കുറ്റത്തിന് സാക്ഷി പറയാൻ. അമ്മേ, അയ്യോ രമേശേട്ടാ പോണ്ട. ഇവിടെ ജീവിക്കാൻ വയ്യ. രമേശൻ നായരെ വാതില് തുറക്ക്. വാതില് തുറക്കാൻ. വാതിൽ തുറക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല ദാസ. ഇത് കാരക്കൂട്ടിൽ ദാസനാണെന്ന് ആ തള്ളയോട് പറയടോ. ദാസന് ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? കുറച്ചു കാലമായി എന്റെ കത്തിക്ക് പണിയില്ലാതിരിക്കുക. ഇന്ന് എനിക്ക് അതിന്റെ ദാഹം തീർക്കണം. ദാസ, അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇനി അഥവാ എന്നെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്ക്. ദാസനേക്കാളും വലുതാണ് ഇവിടെ പോലീസ്. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. തുറന്നില്ലേ ഞാൻ ചവിട്ടി പൊളിക്കും. വേണ്ട ദാസ. തുറക്കില്ലല്ലേ? നീ എന്തെങ്കിലും പുറത്തിറങ്ങുമല്ലോ. അപ്പൊ കാണാം. അങ്ങനെട്ട് വീഴില്ല. ഞാൻ വീഴ്ച എന്താടോ വല്ല പരാതിയും പറയാനുണ്ടോ? പരാതിയൊന്നുമില്ല. പിന്നെ കളി കാണാൻ വന്നതാ. പോലീസ് സ്റ്റേഷനിലാണോടാ കളി കാണുന്നത്? നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കളിക്കാമെങ്കിൽ എനിക്ക് കളി കണ്ടാലെന്താ? ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് കളിക്കുക. എനിക്കും വേറെ പണിയൊന്നുമില്ല. ദയവരുന്നു വേറൊരു കുരിശ്. ഉറങ്ങുമ്പോൾ ശല്യപ്പെടുത്തന്നെ പറഞ്ഞിട്ടുണ്ടോ? പറ്റാൻ പറ്റും സാർ. ആരെ? രമേശൻ നായർ. ഇങ്ങോട്ടോ? അതെ, ഇരുമ്പൻ ജോർജാണ്. അത് ഞാൻ ഏറ്റു. അവന്റെ മൂക്ക് ഇടിച്ച് പരത്തി ചതച്ച് മാവാക്കി ഞാൻ ദോശ ചൂടും. ഈ ഇരുമ്പനവനെ ശരിക്കും അറിയില്ല. ഒറ്റയടിക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ഹൈദ്രോസിന് നിലംപരിച്ചാക്കിയവനാ ഞാൻ. അതുകൊണ്ട് ആ ഡിവൈഎസ്പിയോട് പറഞ്ഞേക്ക് ഇരുമ്പനോട് കളിക്കണ്ടെന്ന്. അവനെ കാച്ച് കഷായം കുടിച്ചു കളയും ഞാൻ. കാരക്കുട്ടിൽ ദാസൻ എന്ന ചട്ടമ്പി ഇന്നലെ രാത്രി വീട്ടിൽ കയറി ആക്രമിക്കാൻ വന്നു. പരാതിയാണ്. സാർ നടപടി എടുക്കണം. നിങ്ങൾക്ക് പരാതി തരാം. പക്ഷേ നടപടി എടുക്കണമെന്ന് ആജ്ഞാപിക്കാൻ നിങ്ങൾ വല്ല പാർട്ടി നേതാവ് മറ്റാണോ? താനാണോ ഈ രമേശൻ നായർ? അതെ, സാർ എന്നെ ഒരിക്കൽ അന്വേഷിച്ചു എന്നറിഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല? നേരം കിട്ടിയില്ല. അതുകൊണ്ടല്ല, താൻ അഹങ്കാരിയാ. എടോ, ഇവിടുത്തെ പോലീസുകാരെ ജോലിയില്ലാതെ വരുമാനമില്ലാതെ കിടന്ന് നട്ടം തിരിയ. താൻ അതിന്റെ കാരണക്കാരൻ. തന്റെ കേസിൽ നടപടി എടുക്കാൻ എനിക്കിപ്പോ മനസ്സില്ല. അങ്ങനെ പറയരുത് സാർ. ഞാൻ അങ്ങനെയേ പറയൂ. എങ്കിൽ ഞാൻ ഇക്കാര്യം സർക്കിൾ ഇൻസ്പെക്ടറോടോ DSPയോടോ ചെന്ന് പറഞ്ഞോട്ടെ. താൻ ഈ ഇരുമ്പനെ ഭീഷണിപ്പെടുത്ത ഇത് അവന്മാരോട് പറഞ്ഞാൽ എനിക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും. അതാ എനിക്കും വേണ്ടത്. മടുത്തുടോ, ഇവിടെയുള്ള ജീവിതമേ എനിക്ക് മടുത്തു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എങ്കിൽ ഞാൻ പോട്ടെ സാർ. താൻ പൂവേ തൂങ്ങിച്ചാവേ എന്തെങ്കിലും ചെയ്തോ. ഓ, ഒന്ന്
വാദം കുറുന്തോട്ടിയം പിടികൂടി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്താ കഥ? ഞങ്ങൾ രാത്രിയിൽ തന്നെ വീട്ടിലേക്ക് കുതിച്ചതാ. അപ്പോഴാണ് അറിഞ്ഞത് അവൻ സ്ഥലം വിട്ടത്. എങ്കിലും ക്ലബിന്റെ എക്സിക്യൂട്ടീവ് കൂടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. കാരക്കുട്ടിൽ ദാസൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. അയ്യോ, നല്ല തീരുമാനം. പക്ഷെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ചെറിയ തിരുത്തുണ്ട്. കൊന്നവനകത്തു പോകും. അതുകൊണ്ട് കയ്യും കാലും തല്ലി ചതച്ചിട്ടാ മതി. പ്രസിഡന്റ്, ഒരു തെറ്റ് തിരുത്താൻ മറ്റൊരു തെറ്റ് ചെയ്യല്ല വേണ്ടത്. ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ആള് കാലിയായതിനു ശേഷം പോലീസ് വന്ന് കേസെടുക്കുമായിരിക്കും. എന്താ കാര്യം? മതയാനയ്ക്ക് മയക്കുവെടി, അതാ വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇക്കാര്യത്തിൽ രമേശ് ചേട്ടൻ ഞങ്ങളെ ഉപദേശിക്കരുത്. ഞാനടക്കമുള്ള ഈ നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ തെമ്മാടി നിലംപൊരി ചാക്കും. സഹദേവ, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ മറുകോപം. വിട്ടേക്ക്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. അത് തന്നെ, ഞങ്ങളുടെ ചോര തിളക്കിയാണ്. അവനെ കൈ കിട്ടിയാലുണ്ടല്ലോ. ഏതവനാടാ എന്നെ തല്ലേണ്ടത്? കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വേണം. രമേശ, ഓടിക്കോ. ദാസ, എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാന്നുണ്ട്. തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണിന്ന്. കുഴപ്പമില്ല, കുത്തുകയെ കൊല്ലുകയെ എന്ത് വേണം ചെയ്തോളൂ. പക്ഷേ ഞാൻ എന്ത് കുറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇറച്ചിക്ക് വേണ്ടിയാണോ തോലിന് വേണ്ടിയാണോ കൊല്ലുന്നത് എന്ന് അറവുകാരൻ അവന്റെ ആടുകളോട് ഒരിക്കലും പറയാറില്ല. പറയേണ്ട കാര്യമില്ല. ഞാൻ ആടല്ല ദാസ. ദാസ വേണ്ട, വേണ്ട ദാസ. നിർത്ത്, ഇറക്ക്. ദാസ, ദാസ, കാറ്റ് പോയാ ഒരു ജീപ്പ് വിളിക്കാതെ. ഒന്ന് പിടിക്കേ. എന്താ എന്താ ഇവിടെ? ഒന്ന് വേഗം നോക്കണം, കാറ്റ് പോകാറായ കേസാ. അടിപിടിയോ അതോ കത്തിക്കുത്തോ? അടിപിടിയാ, പൊരിഞ്ഞടി. എങ്കിൽ പോലീസിനെ അറിയിക്കണം. അയ്യോ, അടിപിടിയൊന്നും അല്ല സിസ്റ്ററെ. ഇത് അടിപിടി എന്ന് പറഞ്ഞൊന്ന് ഉരുണ്ട് വീണ് പോയതാ. അത്രേ ഉള്ളൂ. എല്ലാരും കൂടെ തിരക്കുണ്ടാക്കാതെ മാറി നിൽക്കണം. മാറിക്കോളൂ. താൻ എവിടുത്തെ പുണ്ണാക്കുമാടനാടോ? എന്തേ? അടിപിടിയാ, പൊരിഞ്ഞ അടിപിടി. വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമല്ലടോ. ആണോ? ആണോ? ഒന്ന് മിണ്ടാതിരിക്കണോ, ഇത് ആശുപത്രിയാ. കുഴപ്പമാവോ പ്രസിഡന്റ്? രമേശ് എന്നാലും ധൈര്യമായിട്ടിരിക്കും. അഥവാ അവൻ ചത്തു പോവുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗംഭീരമായ ഒരു അനുശോചന യോഗം കൂടി കളയാം. എന്നിട്ട് കൊലക്കുറ്റത്തിന് രമേശേട്ടകത്തായിക്കോട്ടെ. വരാനുള്ളത് വഴി തങ്ങൂല്ല എന്റെ സഹദേവ. ഇപ്പൊ കൊണ്ടുവന്ന രോഗി മരിച്ചിട്ടൊന്നുമില്ല. ഒന്നും പറയാറായിട്ടില്ല. ഇവന് ബന്ധുക്കളാരും ഇല്ലേ? എന്തിനാ? ഒന്ന് അറിയിക്കണ്ടേ? എടോ, ലോകത്ത് ഏതെങ്കിലും റൗഡിക്ക് ബന്ധുക്കൾ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ റൗഡികൾ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നതെന്ന്. ആ, ചിലപ്പോ മുളച്ചും വരും. എന്താ കുറച്ച് സ്വസ്ഥത തരുമോ? ഇതാ ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണം. എങ്ങനെയുണ്ട് സിസ്റ്റർ? കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞു. ഈശ്വര, സ്റ്റാറിംഗ് നേരെ പിടിക്കും. ഇതൊന്ന് നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണോ? റൈറ്റ്. എന്റെ അമ്മേ, സാറേ അനാവശ്യമായിട്ട് സ്റ്റാറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി, ഒരു ചെറിയ കുഴി ഉണ്ട്, പേടിച്ചാൽ വലിയ കുഴി വന്നാലും എന്ത് ചെയ്യും? ആ സെക്കൻഡിലിടും കാണട്ടെ. എന്താ പറഞ്ഞിട്ടാണല്ലോ പരിപാടിയാ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ,
ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ വേണ്ടി താഴോട്ട് നോക്കരുതെന്ന്? പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിന്റെ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ? ഓ അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? പണ്ണാൻ കെട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചൂരെടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാൻ അടിക്കാൻ ശേഷം. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. JK കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറും ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ട് ഓടിച്ചോളി. നിങ്ങളോ? അല്ല സാറിന് തോന്നിയല്ലോ അങ്ങ് ഓടിച്ചോ. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെന്ന് എങ്ങനെ വേണേലും നിങ്ങൾ അല്ല സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ. ആ ഞാൻ ഓടിക്കാം. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? ബ്രേക്ക് ഔട്ട് ചെയ്ത് ബ്രേക്ക് എവിടെ? ബ്രേക്കിന്റെ ഞാൻ ഔട്ടിക്കോളാം. എവിടത്തേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? പതുക്കെ പതുക്കെ. നിങ്ങളുടെ വിടാതാ. സന്തോഷം. പിടിച്ചു. പിടിച്ചു. സാറേ എത്ര ദിവസം കിടക്കേണ്ടി വരും? ഡോക്ടർ പറയും. മതി, തിരക്കില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അല്ല മീൽസ് ഒക്കെ ഇവിടെ സപ്ലൈ ഇല്ലേ? ഊണേ. ഇതെങ്ങനെ മേസ്ത്രി ഉണ്ടായത്? ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ സംഭവിച്ചാ ഓ കർത്താവ് കാത്തു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. ഉടനെ കാർ അടിച്ച സ്ഥലത്ത് ഇങ്ങോട്ട് ഫോൺ ചെയ്തപ്പോ കുഴപ്പമില്ലെന്ന് അറിഞ്ഞു. ആ ഇടിച്ച കാറ് കണ്ടാൽ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നവരെല്ലാം ചത്തിട്ടുണ്ടെന്നേ വിചാരിക്കുള്ളൂ. അങ്ങനെ ചത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളനിക്കാർക്ക് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി കറുത്ത തുണി മേടിക്കാൻ പോയിരിക്കുക സുലോചന. അതിപ്പോ വേസ്റ്റായി. ഇടിച്ചതേ ഒരു അഡ്വക്കേറ്റിന്റെ വീടായിരുന്നു. അയാള് ലോ പോയിന്റ് പറയാ. അയാളെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി മതിൽ ഇടിച്ചു പൊളിച്ച് കാർ അകത്ത് കയറ്റിയതാണെന്ന്. കോടതി പോവാതിരിക്കാൻ 5000 രൂപ ചോദിച്ചു. മതിലിന് 4000 വേറെ രൂപ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഈ 9000? അതെ, കൂടുതൽ കുഴപ്പങ്ങളില്ലാതെ കേസ് ഒതുക്കുന്നതല്ലേ നല്ലത്. കൊല്ലാൻ ശ്രമിച്ചാണെന്നൊക്കെ പറഞ്ഞ ചിലപ്പോ അഴി എണ്ണണ്ട വരും. കേട്ടോ സാറേ, ആ കാറിന്റെ കിടപ്പൊന്ന് കാണേണ്ടതാ. അതെ, തോട്ട വിഴുങ്ങിയ പന്നിയുടെ തല പോലെ ആയിപ്പോയി. ഏതായാലും കാറ് ഞാൻ ലോറി കയറ്റി വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു 10-10000 രൂപ ചെലവാക്കിയ വണ്ടി നേരെ ആക്കാന്നാണ് മെക്കാനിക്ക് പറയണേ. എന്റെ ഈശ്വര, ആ കാറ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ തല്ലിപ്പുളിയാണെന്ന്. ഇനിയിപ്പൊ വെറുതെ നന്നാക്കി കിട്ടിയാലും ആ അവലക്ഷണം കെട്ട കാറ് നമുക്ക് വേണ്ട. ഈ ബ്ലഡി ഫൂളും ആയിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഞാൻ 2 ആളോടും കൂടിയിട്ടാ പറയണേ. അപ്പോ ഞങ്ങൾ കോളനി പോയി വിവരം പറയാം. എല്ലാരും കൂടെ ഓടിക്കഴിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അതെ, അതൊരു ശല്യമായി തീരും. സാറേ തെറ്റ് എന്റെ അടുത്താണ്. എന്നോട് ക്ഷമിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വകാര്യാണ്, വരൂ. അവിടെ നിക്ക്, ഞാൻ പിന്നെ പറയാം. അവിടെ നിക്ക്, നടന്നോളൂ. ആ, എന്താ ഉണ്ടായത്? ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്. മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കമോൺ. അതെ, ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. ഇയാളാള് വളരെ ഡീസന്റാ. തകരാറ് കാറിന്റെ ഒന്നല്ല. കാർ നല്ല ബെസ്റ്റ് കാറാ. ഞങ്ങൾ പോട്ടെ എന്നാ ചേട്ടാ. വരട്ടെ. ഓ, ആരാ ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു.
ആ കുന്തം ഫിറ്റ് ചെയ്ത പിന്നെ അത് വിശ്രമം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇവനെ നിങ്ങൾക്ക് കളിക്കാനല്ല ഞാൻ കാശ് മുടക്കി ഈ സാധനം ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വഴി പോകുന്നവനെ കയറി വരുന്നവനൊക്കെ അട്ടി വിശ്വൻ എന്റെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ. എവിടെയായിരുന്നു നിന്ന് ഇത്രയും കാലം? ഇറ്റ്സ് റിയലി പ്ലസന്റ് സർപ്രൈസ്. എല്ലാവരും ഒന്ന് പോയേ, ഞാൻ എന്റെ ആത്മസുഹൃത്താ. ഞങ്ങൾ ഇച്ചിരി സ്വൈര്യമായിട്ട് സംസാരിക്കട്ടെ, ശല്യപ്പെടുത്താതെ. പോടാ അവിടുന്ന്, പോടാ. എന്നെ നീ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എടാ, ഞാൻ നിനക്ക് പണ്ട് നാട്ടിലെ അഡ്രസ്സിന് ഒരു കത്തയച്ചിട്ട് നീ എനിക്കൊരു മറുപടി പോലും എഴുതിയില്ലല്ലോ. അച്ഛാ, നീ എനിക്ക് കത്തയച്ചിരുന്നു അല്ലേ? എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോ ഇതാണ് നിന്റെ കൊട്ടാരം. പാവങ്ങളുടെ കൊട്ടാരം. അച്ഛാ, കുഴപ്പമില്ല, ഒരാഴ്ചത്തേക്ക് ഇതൊക്കെ ധാരാളം മതിയാവും. വിശ്വ നീ ഇത്രയും നാള് എവിടെയായിരുന്നു? 4 കൊല്ലമായിട്ട് നിന്റെ ഒരു വിവരമില്ലല്ലോ. ഒക്കെ പറയാം. ഏതായാലും എന്റെ അഭിനന്ദനങ്ങൾ. അപ്പൊ നീ എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ? എന്ത് കാര്യം? നീ എന്നെ അഭിനന്ദിച്ചത് ഞാൻ പെർമനന്റ് ആയി അറിഞ്ഞുകൊണ്ടല്ലേ? അപ്പോ നീ ഇതുവരെ പെർമനന്റ് ആയിരുന്നില്ലേ? അച്ഛാ, എന്നെ വീണ്ടും കണ്ടുമുട്ടാൻ ഇടയാക്കിയ നിന്റെ ഈ ഒരു ഭാഗ്യമുണ്ടല്ലോ, അതിനാ ഞാൻ നിന്നെ അഭിനന്ദിച്ചത്. പിന്നെ ഞാൻ ചെറിയൊരു മാനസിക രോഗിയാണ് കേട്ടോ. പേടിക്കണ്ട, ഭ്രാന്തല്ല. എനിക്കിപ്പോ ഹോട്ടൽ മുറിയിലൊന്നും തനിച്ചു കിടക്കാൻ കഴിയാറില്ല. ദർ ആർ സം സൈക്കോളജിക്കൽ റീസൺസ്. ഒരു തവണ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് എങ്ങനെയോ എന്റെ ഒരു 3 ലക്ഷം രൂപ കളവ് പോയി. 3 ലക്ഷം രൂപയോ? എന്നിട്ടൊന്നുമില്ല, രൂപ പോയതിലല്ല, ഒരാൾ നമ്മളെ വഞ്ചിച്ചു എന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അന്ന് മുതൽ ഒരു ഹോട്ടലിലും ഞാൻ തനിയെ താമസിക്കാറില്ല. എന്നാലും 3 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോ അത് കളാ. അച്ഛാ മൂന്നൻ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്റെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോകാം. എന്തായാലും നിന്റെ കൂട്ടെനിക്ക് വേണം കുറച്ച് ദിവസം. ഹോട്ടലിലേക്ക് പോകാനോ? അതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇവിടുത്തെ ഈ സൗകര്യമൊക്കെ ദാറ്റ് ഐ ക്യാൻ അഡ്ജസ്റ്റ്. ബട്ട് വൺ തിങ്, നീ എന്റെ കയ്യിൽ നിന്ന് നല്ലൊരു തുക വാടകയായി വാങ്ങിയിരിക്കണം. വാടക വാങ്ങാനോ? നിന്നോടോ? എന്തേ? എന്താ വിഷയം നീ പറയുന്നത്? നീ എന്താ എന്നെ ഒരു അന്യനെ പോലെ? സോറി മൂന്നൻ, വാടക വാങ്ങിയില്ലെങ്കിൽ എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല. ഐ എം വെരി സോറി. അയ്യേ, നീ എന്തൊരു മനുഷ്യനാ? ഇരുന്ന് വാടക ഞാൻ വാങ്ങിച്ചോളാം. എന്താ പോരെ? അച്ഛാ, ഒരു സുഹൃത്ത് ബന്ധം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാ. എനിക്ക് ഒരു ചായ കുടിച്ചാ കൊള്ളാമെന്നുണ്ട്. ചായ കുടിക്കാം, പക്ഷെ ഇവിടെ പാലില്ല. താഴെ കട കണ്ടല്ലോ, ഞാൻ വാങ്ങിച്ചോട്ടെ. അല്ല, ഞാൻ വാങ്ങിച്ചോട്ടെ. ലുക്ക് ഹിയർ മൂന്തൻ, ഐ ആം എ ഓൾഡ് ഫ്രണ്ട് വിശ്വനാഥ്. നമുക്കിടയിൽ ഫോർമാലിറ്റീസ് വേണ്ട, ഓക്കെ? മഴ 2.5 വർഷത്തിന് ശേഷം ഇവിടെ മഴ പെയ്യുന്നത്. ഞാൻ വന്നതുകൊണ്ടാവും. സുഹൃത്തേ, ഇതെന്റെ ക്ലോസ് ഫ്രണ്ടാ, വിശ്വൻ. ഹലോ. തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാ, ഭയങ്കര നാണക്കാരിയാ. നൈസ് ഗേൾ. എന്റെ ഫ്രണ്ട് വിശ്വൻ, ഞങ്ങൾ കോളേജില് ഒരുമിച്ച് പഠിച്ച. ഇത് എക്സ് മിലിറ്ററി കുമാരൻ നായർ, മേജർ, നൗ സെക്യൂരിറ്റി ഓഫീസർ ഇൻ TTK. എന്റെ മകൻ സദാനന്ദൻ ഗൾഫിലാണ്. അവന്റെ കമ്പനിക്ക് 7 സ്റ്റേറ്റിൽ ബ്രാഞ്ചുകളുണ്ട്. കേട്ടോ പോകുന്ന അവനിപ്പോ 10,000-ലധികമായി ശമ്പളം. എന്ത് ചെയ്യുന്നു? ഞാൻ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ ഏരിയ മാനേജറാണ്. 15,000 പെർ മന്ത്. സദാനന്ദൻ ബഹ്റിനിലേക്ക് അടക്കാൻ നോക്കുന്നുണ്ട്. അത് ശരിയായാൽ 30,000-ലധികമാകും ശമ്പളം. ഇനി കുവൈറ്റിലേക്ക് കയറിയാലോ? മുമ്പ് പറഞ്ഞതാണല്ലോ. കാരണം ഞാൻ കൊണ്ടുവരാം. ഇവിടുത്തെ താമസക്കാർ അധികവും പാവങ്ങളാണല്ലേ? അങ്ങനൊന്നുമില്ല, എന്നാലും അങ്ങനെയൊക്കെ ഉണ്ട്. ചേട്ടാ, ഇത് എന്റെ ഫ്രണ്ട് വിശ്വനാഥൻ. ഞാൻ ഗോപി, PWD. ഇയാൾ ആരാ? ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ. ഇവിടെ ഞാൻ ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സിൽ മാർക്കറ്റിംഗ് മാനേജറാണ്. നീ തൂക്ക്. 2 ചായ. ഇവിടെ നല്ലോണം. അതെ, ഞാൻ കുടിച്ചടാ. നീ വന്നേ. ഇതെന്റെ ഫ്രണ്ടാ വിശ്വനാഥൻ. നമസ്കാരം. 2 സ്പെഷ്യൽ ടീ. അതെ വിശ്വ,
ഹിന്ദുസ്ഥാൻ ലിവറിലാണോ അതോ ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സിലാണോ? ആദ്യം പറഞ്ഞു ഏരിയ മാനേജർ ആണെന്ന്, പിന്നെ പറഞ്ഞു മാർക്കറ്റിംഗ് മാനേജർ ആണെന്ന്. അച്ഛാ, നീ അത് ശ്രദ്ധിച്ചു അല്ലേ? നിന്റെ മാനം കാക്കാൻ വേണ്ടി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞതേ ഉള്ളൂ. തൽക്കാലം എനിക്ക് ജോലിയൊന്നുമില്ല. അച്ഛാ, ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. കൂടുതൽ മെച്ചപ്പെട്ട ഇവിടുത്തെ ചില കമ്പനികൾ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് കൂടിക്കാഴ്ചക്ക്. നോട്ട് ഇന്റർവ്യൂ, കൂടിക്കാഴ്ച. എന്റെ ഡിമാൻഡ്സ് അവർ അംഗീകരിച്ചാൽ മാത്രം ഞാൻ ജോലി അക്സെപ്റ്റ് ചെയ്യും. 3-4 കൊല്ലമായിട്ട് നീ എവിടെ ആയിരുന്നു? ഡൽഹി, ബോംബെ, കൽക്കത്ത, നീണ്ട കറക്കമായിരുന്നു. ജോലി ആദ്യം ഞാൻ റെയിൽവേയിലായിരുന്നു. വലിയ ഉത്തരവാദിത്തമുള്ള ഭാരിച്ച ജോലി. എന്നിട്ട് റെയിൽവേ അക്കൗണ്ട്സുമായി മല്ലിട്ട് എനിക്ക് മടുത്തു, വേണ്ടെന്ന് വെച്ചു. ഇക്കാലത്ത് റെയിൽവേയിലൊക്കെ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞ അതിനേക്കാൾ നല്ല ജോലിയായിരുന്നു പിന്നീടുള്ളത്, ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാവൽസ്. അതും വിട്ടു. പിന്നെ ഞാൻ വലിയൊരു മരുന്ന് കമ്പനിയുടെ അഡ്വർടൈസിംഗ് ഓഫീസറായിരുന്നു. നെഞ്ചരിച്ചിൽ, പുളിച്ചുതേട്ടൽ, വയറുകടി, വയറുവേദന, മലബന്ധം, വായ്പുണ്ണ്. ഏ ആപ്കോ ഖുഷി കാ ബാത് ഹൈ. ദേഖോ സാർ ദേഖോ, പാരുങ്ക സാർ പാരുങ്ക. എ വണ്ടർഫുള്ളി ബ്ലെൻഡഡ് ഹെർബ്സ്, എ മിക്സ്ചർ ഓഫ് ആയുർവേദ ആൻഡ് അലോപ്പതി. തലകറക്കം, മേൽവേദന, ചതവ്, മുറിവ്, പേശിപ്പിടുത്തം, ഒറ്റമൂലിയാണ് സാർ, ഒറ്റമൂലി. എ വണ്ടർഫുള്ളി ബ്ലെൻഡഡ് ഹെർബ്സ്, എ മിക്സ്ചർ ഓഫ് ആയുർവേദ ആൻഡ് അലോപ്പതി. കേവലം 50 പൈസക്ക് ഒരു അത്ഭുത വസ്തു. എല്ലാം നല്ല ഒന്നാന്തരം ജോലികൾ. പക്ഷേ ഒരിടത്തും എന്റെ മനസ്സ് ഉറച്ചു നിന്നില്ല. എല്ലാം ഒന്ന് നേരെയാക്കി എടുക്കണം. മൂന്നേട്ടാ, പാത്രം എടുത്തോണ്ട് വാ. വെള്ളത്തിന്റെ വണ്ടി വന്നു. ഞാനിപ്പോ വരാം. വെള്ളത്തിന്റെ പ്രശ്നം രൂക്ഷമാണ് ഇവിടെ. ഈ തെരുവിൽ പൈപ്പ് ലൈൻ ഇല്ല. ഞാൻ ഓർമ്മിച്ചില്ല. ഫ്രണ്ടിനോട് സംസാരിച്ചിരുന്നു പോയി. ഞാനും ഓർമ്മിച്ചില്ല. അതെ, ഞാനും ഓർമ്മിച്ചില്ല. എന്നെ പിടിച്ചാണല്ലോ പോപ്പാ. എന്നാ പാത്തിരിക്കുന്നേ? മാറ്റിക്കോ. ഇത് വളരെ മോശമാണല്ലോ. ഇത്രയും ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് കോർപ്പറേഷൻ വാട്ടർ കണക്ഷൻ ഇല്ല എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലായില്ല. അച്ഛാ, യാരുമേ ട്രൈ പണല്ലേ? എന്റെ ഫ്രണ്ടാ. ഇയാൾക്ക് എന്താ വേണ്ടി? എന്താ മിസ്റ്റർ, ടാങ്കിൽ വെള്ളം കൊണ്ടുവരുന്ന ഏർപ്പാട് നിർത്തിയിട്ട് പൈപ്പ് കണക്ഷൻ സംവിധാനം ഉണ്ടാക്കണം. ചേടാ, ഇത് എന്തൊരു ഗ്രഹപ്പഴ, അങ്ങ് വരുത്തരുതോ പൈപ്പ് ലൈൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ പ്രശ്നത്തിൽ മിനിസ്ട്രിയുമായി ഉടക്കാൻ പോവുകയാണ്. കരയുന്ന കുട്ടിക്ക് ഈ നാട്ടിൽ പാലുള്ളൂ. ഈ വെള്ളച്ചൂഷണം ഞാൻ നിർത്തും. ഓ പിന്നെ, ഇയാളെക്കാളും വലിയമാര് മലക്കം മറിഞ്ഞിട്ട് നടക്കാത്ത കാര്യമാ ഇയാള് നടത്താൻ പോലെ. ശരിക്കുള്ള വലിയവന്മാരെ താൻ കണ്ടിട്ടില്ല. തന്റെ വണ്ടി ഞാൻ നിർത്തും, പൈപ്പ് ലൈൻ വരുത്തും. എന്താ ഇത്? യവൻ വരുത്തും. ഞാൻ വിചാരിച്ചിട്ട് നടക്കുന്നില്ല, പിന്നെ ആ യവൻ വരുത്തുന്ന ആ ഒഴി വായി നോക്കി നിൽക്കാതെ. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും മാർഗം ശരിയായില്ല. ഇതുപോലുള്ള 100 കണക്കിന് നിവേദനങ്ങളും ആവലാതികളും മന്ത്രിമാരുടെ മേശപ്പുറത്ത് കെട്ടിക്കിടക്കുകയാണ്. ഇതിൽ പരിഗണിക്കേണ്ടത് ഏത്, തള്ളിക്കളയേണ്ടത് ഏത്? ഈ ചോദ്യം വരുമ്പോൾ അവർ ന്യായമായും ചിന്തിക്കും. പാർട്ടി ഫണ്ടിലേക്ക് ഒരു സംഭാവന എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന കൈക്കൂലി ഉണ്ടല്ലോ, കൈക്കൂലി. പണത്തിന്റെ മേലെ പരുന്തിന് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടിക്കും പറക്കാൻ ഒക്കുകയില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത്തിരിയൊക്കെ കൈക്കൂലി കൊടുക്കുക എന്നുള്ളത് ഇക്കാലത്തെ ഒരു രാജനീതിയാണല്ലോ. ഈ പറഞ്ഞത് ന്യായം. പക്ഷെ ആർക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എനിക്കതറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത് കേരളമല്ല. കൈക്കൂലിയും കൊണ്ടങ്ങ് ചെന്നാലേ ഈ പറയുന്നവനൊക്കെ കമ്പിയുണ്ടോ? ഇതുപോലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നവർ. അടുത്ത 2 കൊല്ലത്തേക്ക് ഈ ഭാഗത്തെങ്ങാനും പൈപ്പ് ലൈൻ വന്നാൽ ഞങ്ങൾ മൊട്ടയടിക്കൂ അല്ലേ? മൂപ്പര് PWD എഞ്ചിനീയറുടെ ഡ്രൈവറാ. അത്രയല്ലേ ഉള്ളൂ. ഞാനേ വലിയൊരു സത്യം അങ്ങ് തുറന്നു പറയാൻ പോവാ. ഇവിടത്തെ PWD മിനിസ്റ്റർ തിരുനെൽവേലി മുത്തകൃഷ്ണൻ ഉണ്ടല്ലോ, അദ്ദേഹം തിരുനെൽവേലി കോളേജിൽ എന്റെ ക്ലാസ്മേറ്റാ, MA-ക്ക്. മിണ്ടായിടൂ. എനിക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ PWD എഞ്ചിനീയർക്ക് എന്ത് സംഭവിക്കുമെന്നും ഞാൻ മനസ്സിലാക്കി കൊടുക്കാം.
സാറ് പറയണം. മുത്തുകൃഷ്ണൻ എന്റെ സുഹൃത്താണേലും ആ സുഹൃത്ത് ബന്ധം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, എന്ത് ചെയ്യാനാണ്? ചൂഷണം ചെയ്യാൻ. അതെ, ചൂഷണം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് കൈക്കൂലി കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞാൽ അവനത് ചെയ്തിരിക്കും. എല്ലാവരും കൂടി നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിച്ചാ മതി. സാറ് പറഞ്ഞു നീ എന്താ ഈ കാര്യം ഒന്നും എന്നോട് നേരത്തെ പറയാതിരുന്നത്? ഏത് കാര്യം? PWD മിനിസ്റ്റർ നിന്റെ ക്ലാസ്മേറ്റ് ആണെന്നുള്ള കാര്യം. ഇതിലിത്ര വലിയ കാര്യം തിരിക്കുന്നു. ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ ആളുകൾ എന്റെ സുഹൃത്തുക്കളാണെന്ന് അറിയോ നിനക്ക്? പക്ഷെ എന്റെ സ്വന്തം ആവശ്യത്തിന് ഒരുത്തന്റെയും കാൽ പിടിക്കാൻ പോകാറില്ല. ഇതൊരു പൊതുപ്രശ്നമായതുകൊണ്ടാ. അതുപോലെ നീ MA എടുത്ത വിവരം എന്നോട് പറഞ്ഞില്ല. ചേട്ടാ, ഇതൊക്കെ പാട്ടുപാടി നടക്കണോ ഞാൻ? സത്യത്തിൽ നിനക്കറിയോ, തിരുനെൽവേലി മുത്തുകൃഷ്ണൻ ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്ത് മത്സരിച്ചപ്പോ എന്റെ പ്രവർത്തനം കൊണ്ടാണ് അന്ന് ജയിച്ചത്. അന്ന് ഞാനായിരുന്നു യൂണിയൻ ചെയർമാൻ. സോറി, അക്കാര്യം പറയാനും ഞാൻ വിട്ടുപോയി. എന്റെ പെങ്ങളുടെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. ഈ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന? ഇല്ല. എന്ന മെഡിക്കൽ കോളേജ് പഠിക്കുന്നു. അടുത്ത കൊല്ലം ഹൗസ് സർജൻസി കഴിയും. അവളുടെ ഭർത്താവും ആൾക്കാരും ഒക്കെ വലിയ പാർട്ടീസാ. എങ്കിലും അവൾക്ക് സർക്കാരിലൊരു ജോലി ഒപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അതെനിക്കൊരു വലിയ നേട്ടവും അഭിമാനവും ഒക്കെ ആയിരിക്കും. ഈ മിനിസ്റ്ററോട് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. നിന്റെ പെങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കുന്നു. നിന്റെ പെങ്ങൾക്ക് അല്ല, നമ്മുടെ പെങ്ങൾക്ക് ജോലി ഉറപ്പിച്ചിരിക്കുന്നു. അത്ര തന്നെ. എല്ലാരും വാ. മിനിസ്റ്റർക്ക് കൊടുക്കാനുള്ള നിവേദനവും പിന്നെ നമ്മൾ പിരിച്ചെടുത്ത തുക, പാർട്ടി ഫണ്ടിലേക്കുള്ള സംഭാവന രണ്ടും മിസ്റ്റർ ബിഷനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എന്റെ പ്രത്യേകമായ അഭ്യർത്ഥന തുടർന്ന് അദ്ദേഹം ഇപ്പോൾ തന്നെ മിനിസ്റ്ററെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതാണ്. ആ നമ്പർ എന്തായാലും നമ്പർ 88037. ഔസപ്പേ, ഇനി നിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ തോന്നിവാസം ഒന്നും ഇവിടെ നടപ്പില്ല. കണക്ഷൻ കൊടുക്കാൻ വെള്ളം എവിടെ? മന്ത്രിയുടെ വീട്ടിൽ പോലില്ലേ വെള്ളം? പിരിഞ്ഞായി ഇവിടെ അല്ലേ? 88037 മിനിസ്റ്റർ ഓഫീസ് താനെ. ഒരു സെക്കൻഡ്. ഹലോ, can I speak to PWD minister? Pardon? I am Vishwanath here. Minister's classmate. மினிஸ்டர் இப்ப இங்க இல்ல சார், கான்ஃபரன்ஸ் நடந்துகிட்டு இருக்கு. அது பரவாயில்ல, விஸ்வநாத் கூப்பிடுறதாக சொல்லுங்க. கான்ஃபரன்ஸ் பரவாயில்லையா? எந்த இடம் நினைச்சு பேசுறீங்க? முத்துகிருஷ்ணன் எப்ப வரும்? முத்துகிருஷ்ணனா? மினிஸ்டர் பேர் சொல்லியா கூப்பிடுறது? யாரா நீ? என்ன பத்தி அவன் நிறைய சொல்லிருக்கா. அவனா? உன்னை பத்தி சொல்றதா? ஸ்டூபிட். யாரா நீ? அவன் வைஃப் கேட்டாச்சா, வீட்டுல வர்றதுக்கு டைம் கிடைக்கலப்பா. டேய் பைத்தியக்கார ராஸ்கல், நீ எங்க இருந்து பேசுறது? தைரியம் இருந்தா சொல்லுடா, உன்னை இப்பவே நான் ஜெயிலுக்கு அனுப்புறேன். சொந்த விஷயம் கிடையாது. அவன் என்ன நினைச்சிட்டு இருக்கு? சிட்டில நிறைய இடத்துல அவன் வாட்டர் கனெக்ஷனே கொடுக்கலையே. என்ன? உடனடியா நடவடிக்கை எடுக்க சொல்லு. சரி சரி பண்றியா? நான் நேரடியா அங்க வரேன், வந்து பேசுறேன். சும்மா வேண்டாம், பார்ட்டிக்கு பார்ட்டி ஃபண்ட்ல டொனேட் பண்றேன். என்ஜினியரா? இல்ல, இன்ஜினியர் இங்க ஒண்ணுமே பண்ணல. அதுதான் பேசிட்டு இருக்கேன். மூஞ்சி உடைச்சு ராஸ்கல். போங்கடா. முத்துகிருஷ்ணன் வந்தா விவரமா சொல்லுங்க, நான் நேரடியா அங்க வரேன். உங்க பேர் என்ன? ராஜமாணிக்கமா? ராஜமாணிக்கம் உங்க அப்பா ஸ்கவுண்டர். ഓക്കെ ബൈ ബൈ. മൂപ്പരുടെ വൈഫ് അന്വേഷിച്ചെന്ന്. അവൻ ലവ് മാരേജ് ആയിരുന്നേ. രജിസ്റ്റർ ഓഫീസിൽ ഞാനായിരുന്നു സാക്ഷി. ഏതായാലും നാളെ തന്നെ മുത്തുകൃഷ്ണനെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കായേ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓക്കെ. നമുക്ക് കുടിക്കാൻ എന്താണാവോ? പോയാ നേരത്തെ പോണെന്ന് വിചാരിച്ച നടക്കത്തില്ല. അങ്ങോട്ടോ തന്റെ കൂട്ടുകാരൻ ശരിക്കും PWD മിനിസ്റ്റർ കൂടെ പഠിച്ചാണോ? എന്താ?
അല്ല വെറുതെ വെച്ചെന്നുള്ളൂ. വെറുതെ ചോദിച്ചു. വെള്ളത്തിന് ക്യൂ നിൽക്കാൻ പോവായിരിക്കും. നമ്മൾ ശരിക്ക് പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ ആരെന്നോ എവിടുന്ന് വന്നെന്നോ ഒന്നും കുട്ടിക്ക് അറിയില്ല. എങ്കിലും ഒരു സത്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിവിടെ കാലുകുത്തി അന്ന് ഇവിടെ ഒരു മഴ പെയ്തു. വളരെ നാളുകൾക്ക് ശേഷം ചിലരുടെ വരവ്, ചില സ്ഥലത്ത് ചില പുതുമകൾ വരുത്തുമെന്ന് മുകുന്ദൻ പറഞ്ഞത് നേരെ. അത് പോട്ടെ, ഞാൻ പറയാൻ വന്നത് മറ്റൊരു കാര്യം. അന്ന് മഴയത്ത് ഒരു പാത്രം വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സുമിത്രയെ കണ്ടപ്പോ എനിക്കെന്തോ വലിയ വിഷമം തോന്നി. മനസ്സിലെവിടെയോ നൊന്തു. ഇവിടെ പൈപ്പ് ലൈൻ വരുത്തണമെന്ന് ഞാൻ ദൃഢനിശ്ചയമെടുത്തത് അതുകൊണ്ടാണ്. അവൻ നിന്നോട് എന്താ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ല. മൂന്നാട്ടൻ എന്താ നിന്നെ? സുഹൃത്തരായിട്ട് സംസാരിക്കായിരുന്നല്ലേ? ഓ ചുമ്മാ. എന്നാ അത് വേണ്ട. അവളുമായിട്ട് സംസാരിച്ചാൽ നിനക്ക് ചീത്തപ്പേരുണ്ടാകും. എങ്ങനെ? എടാ, അവള് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരുത്തനായിട്ട് പ്രേമമായി. അയാൾ നാട്ടുകാരറിഞ്ഞ ആകെ പ്രശ്നമായി, നാറി മഹാ മോശമായി. അപ്പൊ പ്രശ്നമില്ല, മുൻപരിചയുണ്ടല്ലോ. അതിരിക്കട്ടെ, നീ എവിടെയായിരുന്നു? ആർക്കെങ്കിലും പ്രേമലേഖനം കൊടുക്കാൻ പോയതായിരിക്കും. നീ എനിക്കത് അറിയാലോ. എടാ, എന്റെ പെങ്ങൾക്ക് ഫീസ് കൊടുക്കേണ്ടത് നാളെയാ. ഞാൻ കുറച്ച് രൂപ ഒപ്പിക്കാൻ പോയതാ. അവളുടെ ഭർത്താവിന്റെ അച്ഛൻ പറഞ്ഞത്രേ അവര് കൊടുത്തോളാമെന്ന്. അവർക്ക് കാശുണ്ടല്ലോ. പക്ഷെ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇത് നമ്മളെ ചില അവകാശങ്ങളല്ലേ. ഞാനൊരു ചായ ഇടാം. ഏട്ടന് നാട്ടില് പെണ്ണന്വേഷിച്ചോണ്ടിരിക്കുകയാണെന്ന് അമ്മ എഴുതിയത് വായിച്ചില്ലേ? ഇപ്പോഴൊന്നും വേണ്ടെന്ന് എത്ര വട്ടം എഴുതിയതാ. വിശ്വനല്ലേ? വിശ്വ, നീ എന്താ ഇവിടെ? ഞാൻ പറയാറില്ലേ, എന്റെ പെങ്ങളാ ഇവളിവിടെ പഠിക്കുന്നത്. ശരിയാ, പെങ്ങളെ പറ്റി പറയുമ്പോ ഇവനായിരുന്നാക്ക. കണ്ടതിൽ വളരെ സന്തോഷം. മനസ്സിലായില്ലേ? മന്ത്രി തിരുനെൽവേലി മുത്തകൃഷ്ണന്റെയും എന്റെയും സഹപാഠി വിശ്വനാഥൻ. ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, എടാ മുകുന്ദ, മുത്തുകൃഷ്ണന്റെ ക്ലാസ്മേറ്റ് ആണെന്നുള്ള ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. നിന്റെ കൂട്ടുകാരൻ, അത്രയും പദവി. അത് നീ തടിയൂരാൻ നോക്ക. ഇവളുടെ ജോലി കാര്യത്തിന്ന് അത് ശരിയാക്കിയേ പറ്റൂ. കോഴ്സ് കഴിയട്ടാ. ഏതായാലും പ്രശസ്തമായ നിലയിൽ പാസ്സാവാൻ നോക്കിക്കോളൂ. എനിക്ക് ഇവിടുത്തെ പീഡിയാട്രിക്സ് പ്രൊഫസർ ഒന്ന് കാണണം. നാട്ടിലുള്ള ഒരാളുടെ ഒരു കേസ് ഒന്ന് ഡിസ്കസ് ചെയ്യാനാ. സുലു കാണിച്ചു തരും. വേണ്ട, എനിക്ക് ആളിനെ അറിയാം. അപ്പൊ വൈകുന്നേരം റൂമിൽ കാണാം. എന്ത് മിടുക്കനാണെന്നറിയാം. PWD മിനിസ്റ്ററുടെ PA ഒന്ന് വിറപ്പിച്ചു വിട്ടിരിക്കുക അവിടെ പൈപ്പ് ലൈൻ വരുത്താൻ. ശരി, ബൈ. പ്രൊഫസറെ കണ്ടില്ലേ? മുകുന്ദ പോയോ? പോയല്ലോ. സത്യത്തിൽ സുലോചനെ കാണാനാ ഞാനിപ്പോ വന്നത്. എന്തേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയാൻ പോകുന്ന സത്യം ഒരു കാലത്തും മുകുന്ദേട്ടൻ അറിയില്ലെന്ന് സുലു എനിക്ക് വാക്ക് തരണം. എന്താന്ന് വെച്ചാ ഒന്ന് പറയൂ. പറയില്ലെന്ന് വാക്കുതാ. ഞാൻ പറയില്ല. സുലുവിന്റെ കല്യാണ സമയത്ത് അവൻ എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങിച്ചു. നാട്ടിലുള്ള ഒരു പ്രോപ്പർട്ടി പണയം വെച്ചാണ് ഞാനത് അവൻ അയച്ചു കൊടുത്തത്. ഇപ്പൊ ആ പ്രോപ്പർട്ടി ജപ്തി ചെയ്യാൻ പോവുക. മുകുന്ദന്റെ കയ്യിലാണെങ്കിൽ ഒറ്റ രൂപ പോലുമില്ല. അവൻ സത്യസന്ധനാ. പക്ഷെ തൽക്കാലം ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല. 5,000 രൂപയോളം ഞാൻ ഒരിടത്തുനിന്ന് സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ സുലുവിനോടിത് പറയാൻ പാടില്ലായിരുന്നു. രൂപ ഞാൻ തരട്ടെ? അത് മുകുന്ദൻ ഞാൻ അറിയാൻ. പറയില്ലെന്നേ. എന്ന് വേണം? എത്രയും പെട്ടെന്ന്. അടുത്ത തിങ്കളാഴ്ച ജപ്തി. അപ്പോ അടുത്ത ഞായറാഴ്ച ഒന്ന് എന്റെ വീട് വരെ വരുമോ? തീർച്ചയായും വരാൻ. ജപ്തിയല്ലേ? വരൂ, ഞാൻ അഡ്രസ് എഴുതി തരാം. ഓ, എന്താ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? ഇഡ്ഡലി എടുത്തു വെച്ചിട്ടുണ്ട് സുരേന്ദ്ര. പത്തനംതിട്ട ഞാൻ ഇവിടം വരെ വന്നത് ഇഡലി ഞാനല്ല. ഓ, സഞ്ചരിച്ച ദൂരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷണം അല്ലേ? എന്നാ നാളെ രാവിലെ നിനക്ക് ഒരു ആനയെ പൊരിച്ചു തരാം. അമ്മാവ മനുഷ്യനെ ഒരുമാതിരി വടിയാക്കരുത്. ഇത്തരം നിലവാരമില്ലാത്ത ബലിതങ്ങൾ അമ്മാവൻ അടിക്കരുത്.
അത് മനുഷ്യനിവിടെ തീ ചവിട്ടി നിൽക്കുമ്പോ. അങ്ങനെ തീയിൽ നിൽക്കണ്ട, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് തരാം, തീ അണച്ചേളാ. എന്റെ ഈശ്വര, പിന്നെയും ഫലിതം. എന്റെ പൊന്നമ്മാവാ, കാശ് തന്നില്ലേലും വേണ്ടൂല്ല, ഫലിതം പറയാതെ. അതാ ഞാൻ പറഞ്ഞത്, നീ വേഗം നാട്ടിൽ പോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഫലിതം പറഞ്ഞു കൊല്ലും. എങ്ങനെ നാട്ടിൽ പോവും? ഗൾഫിലേക്കാണെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ഇനി കൈ വീശിയെന്ന അമ്മ കുറ്റിച്ചൂലെടുക്കും. ഇവിടെ ഞാൻ കൊടുവാളെടുക്കും. എടാ ദ്രോഹി, ആദ്യം നിനക്ക് ഞാൻ 5000 തന്നു കെൽട്രോണിലെ ജോലിക്ക് മുക്കി. പിന്നെ ഞാൻ 3000 തന്നു TTCക്ക് കൈക്കൂലി കൊടുക്കാൻ. കൊടുത്തില്ല, പോയില്ല. ഒടുവിൽ നിന്റെ പണ്ടാരം അടക്കാനായി 5000 രൂപ തന്നു പിയർലെസിന്റെ അടവടയ്ക്കാൻ വേണ്ടി. അത് നീ അപ്പാള വിഴുങ്ങി. നിന്നെ പോലത്തെ ഒരു കള്ളൻ എന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. ആരാ? അമ്മാവൻ തന്നെ. എന്റെ അമ്മയുടെ 5 പവന്റെ മാലയും കട്ടുകൊണ്ട് അമ്മാവൻ കടന്നു കളഞ്ഞത് എനിക്കറിയാം. ഓ, 5 പവൻ കട്ടെങ്കിലേ അതോടെ ഞാൻ നന്നായി. നിന്നെ പോലെ തെണ്ടിയായില്ല. ഈ മദ്രാസിയിൽ വന്നു, ജോലി ചെയ്തു, ജനങ്ങളുമായി അടുത്തു, അവരുടെ നേതാവായി, കോർപ്പറേഷൻ മേയർ വരെയായി. നീ എന്തായടാ? തമിഴ്നാട്ടിൽ നേതാവാകാൻ വലിയ കഴിവൊന്നും വേണ്ട, അതുകൊണ്ട് അത് വിട്. ഈ പറഞ്ഞതിന്റെയൊക്കെ അപ്പുറത്ത് ഞാനുമായി തരാം. ഒരു 50,000 രൂപ. അമ്മാവാ, ഇങ്ങനെ മനസ്സാക്ഷിയില്ലാതെ സംസാരിക്കരുത്. ഞാൻ അവസാനമായി ചോദിക്കുക, എനിക്കൊരു 50,000 രൂപ തരാൻ പറ്റുമോ? അവസാനമായി ഞാൻ പറയുന്നു, ഇല്ല. ആ, ചാവുന്നതിന് മുമ്പ് ഒരു പുൽത്തുരുമ്പ് ഇട്ട് തരാം. എത്ര ഇട്ട് തരും? നീ ദുബായിലോ ഗൾഫിലോ ചന്ദ്രനിലോ എവിടെ വേണോ പോയിക്കോ. കൂടി വന്നാൽ ഒരു 10,000. അതുപോരാ, ഒരു 45,000. ഇല്ല. 40. തരില്ല. എന്നാ 35. സാധ്യമല്ല. എന്നാ 30. പോണവിടുന്ന്. പോവുക. ഞാൻ പോവുക. എനിക്ക് 10,000 രൂപയൊന്നും വേണ്ട. 50,000 രൂപ തന്നില്ലെങ്കിൽ ഞാൻ 50,000 രൂപയുടെ നഷ്ടം വരുത്തി വയ്ക്കും. കാണാം. ഓ, കാണാം. മാലക്കള്ള. ആരാടോ താൻ? താനാരാ? എന്റെ വീട്ടിൽ കയറി ഞാൻ ആരാണെന്ന് ചോദിക്കുന്നത്? അകത്ത് ഞങ്ങൾ ചില കുടുംബകാര്യങ്ങൾ സംസാരിച്ചത് താൻ കേട്ടോ? കാതുപത്തണമെന്ന് തോന്നിയില്ല. പിന്നെ എന്നെ താൻ താൻ എന്ന് വിളിച്ച് ബുദ്ധിമുട്ടണ്ട. എന്റെ പേര് മിസ്റ്റർ വിശ്വനാഥ്. ഇതെന്തുവാ? ഇന്ന് തന്നെ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും ഇല്ല, പറയില്ല. താങ്ക് യു. ഇയാൾക്ക് എന്തിനാ ഇത്രയും കാശ് കൊടുത്തേ? ചുമ്മാ. ചുമ്മാ? നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല? മനസ്സിലായിട്ട് എന്തിനാ? കാശില്ല കാശില്ല എന്ന് എപ്പോഴും ശ്ലോകം ചൊല്ലുന്ന അമ്മാവൻ ഏത് വകുപ്പിലാ നിങ്ങൾക്ക് കാശ് തന്നത്? നിങ്ങൾ ആരാ? സുലോചനയുടെ ചേട്ടനെ അറിയാം. എനിക്ക് ഒരുത്തനെ അറിയില്ല. ഇവിടെ മദ്രാശിയിലുള്ള എന്റെ മാഷെ പത്തനംതിട്ടയിൽ ഞാൻ വന്നിട്ട് ഒരാഴ്ച ആയുള്ളൂ. അമ്മാവന്റെ മകന്റെ വിവാഹം പെട്ടെന്നാണ് നടത്തിയത്. ഞങ്ങൾ ആരും ക്ഷണിച്ചില്ല. ഞാൻ സുലോചനയുടെ ചേട്ടന്റെ ഫ്രണ്ട്. ഓ, അവനൊരു അത്താപ്പാടിയായിരിക്കും. കടം വാങ്ങാൻ നിങ്ങൾ അയച്ചായിരിക്കും അല്ലേ? അതൊന്നും അല്ല മിസ്റ്റർ. പിന്നെ നിങ്ങൾ പുറത്തു പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. ഇല്ല, പറയില്ല. ഒരാളോടും പറയരുത്. അമ്മാവനോടോ സുലോചനയോടോ. ഇല്ലെന്നേ. ഈ കാശ് സുലോചനക്ക് സർക്കാർ സർവീസിൽ ഒരു ജോലിക്ക് കൈക്കൂലി കൊടുക്കാനാണ്. നിങ്ങൾക്കാണോ കൈക്കൂലി? തിരുനെൽവേലി മുത്തുകൃഷ്ണൻ മിനിസ്റ്റർ എന്റെ ക്ലാസ്മേറ്റാ. അയാൾ മുഖേനയാ ജോലി ശരിപ്പെടുത്തുന്നത്. മിനിസ്റ്ററോ? അപ്പൊ എനിക്കൊരു ജോലി? നിങ്ങൾ ഡോക്ടറാണോ? ആയിട്ടില്ല. എങ്കിലായിട്ട് വാ. വേറെ വല്ല നല്ല ജോലിയും? ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ ഗൾഫിൽ പോകുന്നില്ലേ? അതിന് 50,000 രൂപ വേണമെന്ന് എവിടുന്ന് കിട്ടാനാ? അല്ല, സാറിന്റെ പേരെന്തോന്നാ പറഞ്ഞേ? വിശ്വനാഥ്. വിശ്വാസം സാറേ, എന്നെ ഒന്ന് രക്ഷിക്കണം. കൈക്കൂലിയൊക്കെ നമുക്ക് കൊടുക്കാം. എത്ര രൂപ ശമ്പളം വേണം? ശമ്പളം എത്ര കൂടുതലായാലും കുഴപ്പമില്ല. നിങ്ങളും അമ്മാവനുമായുള്ള സംസാരമൊക്കെ ഞാൻ കേട്ടു. എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. നിങ്ങളെ സഹായിക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ആ ജോലി നിങ്ങൾക്ക് തന്നാൽ നിങ്ങളുടെ അമ്മാവൻ എന്നോട് പിണങ്ങും. നിങ്ങളുടെ അമ്മാവന്റെ ഒരു കൂട്ടുകാരന്റെ മകന് പറഞ്ഞു വെച്ചിരിക്കുന്ന ജോലിയാണേ. അതങ്ങനെ മനസ്സിലിരിക്കട്ടെ. സ്വന്തം അനന്തരനോട് വഴിയാധാരമായി നടക്കുമ്പോ അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. മാസം 2,500 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണേ. അയ്യോ എന്റെ പൊന്ന് സാറേ, എന്നാ പിന്നെ ആ ജോലി എനിക്ക് തന്നെ വേണം. മുണീക്ക ഷൂസ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. വലിയ കമ്പനിയല്ലേ? അവിടെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റാണ്. പക്ഷേ അവിടുത്തെ MDക്ക് 10,000 രൂപ കൊടുക്കണം. ആ 10,000 അമ്മാവന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരാം. പക്ഷേ നിങ്ങളുടെ അമ്മാവൻ ഇതറിഞ്ഞാൽ? ജീവൻ പോയാലും മറ്റൊരു മനുഷ്യ ജീവിതം അറിയില്ല സാറേ. ഓ എന്റെ ഈശ്വര, 2,500 രൂപ. എന്റെ അമ്മാവനൊരു പാഠം പഠിപ്പിക്കാം. സാർ, അസിസ്റ്റന്റ് മാനേജർ ആവുമ്പോ കമ്പനി പോയ കാറൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? ചിലപ്പോൾ. മോണിക്കയുടെ MD നേരിട്ട് കാശ് വാങ്ങിക്കാറില്ല. MDയുടെ വലം കൈ ഒരാളുണ്ട്. കാശ് അയാളെ വേണം ഏൽപ്പിക്കാൻ. നിങ്ങൾ എന്റെ മരിച്ചുപോയ ഒരു സഹോദരനെ പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്.
ഞാൻ മറ്റേ പാർട്ടിക്ക് ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് നോക്കട്ടെ. ஹலோ, அந்த பவுடர் டின் எடுங்க. ஆமா, நீங்க யாருங்க? நான் மினிஸ்டர் திருநெல்வேலி முத்துகிருஷ்ணன் PA ராஜமாணிக்கம் பேசுறேன். அங்க விஸ்வநாத் கொஞ்சம் கிடைக்குமா? இல்லையா? சரி, வந்தா ஒரு விஷயத்த சொல்லுங்க. அந்த வட்டாரத்துல எக்ஸிகியூட்டிவ் இன்ஜினியர் தெருவில பைப்லைன் விஷயமா பேசுறேன். தண்ணிக்காக பைப் கனெக்ஷன் கொடுக்காததுனால அந்த இன்ஜினியர் மேல நடவடிக்கை எடுக்க போறேன். மினிஸ்டர் திருநெல்வேலி முத்துகிருஷ்ணன் விஸ்வநாத் சார் கிட்ட நேரடியா பேச விரும்புறேன். தண்ணிக்கு இவ்வளவு லேட் ஆனதுல அவர் விஸ்வநாத் சார் கிட்ட மன்னிப்பு கேட்டதாக சொல்லுங்க. அந்த இன்ஜினியரை நாங்க சும்மா விட மாட்டோம். സംസാരം കേട്ടോ? എല്ലാം റെഡി ആയിട്ടുണ്ട്. 3 ദിവസത്തിനകം നമ്മൾ കാശ് കൊടുക്കണം. ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യാം, സമയവും സ്ഥലവും അറിയിക്കാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാറേ. ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധം ഞാനിത് ശരിയാക്കി തരാം. ഓക്കെ? പൈപ്പ് ഇറക്കിയതിൽ അഴിമതി ഉണ്ടെന്ന് രാജാറാം കമ്മീഷൻ പറയുന്നു. ഈ കമ്മീഷൻ നിയമിച്ചതാരാ? സർക്കാരല്ലേ? തെളിവെടുപ്പ് കഴിയുന്നത് വരെ പൈപ്പ് ഒരിടത്തേക്ക് മൂവ് ചെയ്യാനൊക്കെ ഇല്ല. ഈ തെളിവെടുപ്പിൽപ്പെടാത്ത പഴയ സ്റ്റോക്കില്ലേ സർ? ഉള്ളതൊക്കെ റിസർവറിന് എടുത്തോണ്ട് ഇട്ടിരിക്കല്ലേ. പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കാം മൂരാച്ചികള്. സാറേ, വെറുതെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പേരിനെങ്കിലും തൽക്കാലം എന്താ ചെയ്തോ? അതിന് പൈപ്പാണോ? അത് സാറിനോട് ചാടി കളിച്ചിട്ടുണ്ടാ? സാറിന് വല്ല സ്ഥലമാറ്റം വന്നു പോയാ ഞാൻ ആ തെരുവിൽ മാറിപ്പോവും. എഞ്ചിനീയറുടെ അനാസ്ഥയാണെന്നാ മന്ത്രി പറയുന്നു. ഓഹോ, എന്നാ താ ഒരു കാര്യം ചെയ്യും, ലോറി എടുത്ത് കേരളത്തിൽ പോ. അവിടുത്തെ പഴയൊരു മന്ത്രി ധാരാളം പൈപ്പ് കൊണ്ടുവന്ന് റോഡിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. രോഹിണിക്ക് വല്ലതും ആവശ്യമുണ്ടോ? വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ പോകണ്ടേ? എനിക്കൊന്നും വേണ്ട. അഥവാ വല്ലതും വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട. ഭാസ്കരേട്ടനെ അന്യനായിട്ട് കാണണ്ട. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും. ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്തു പറയില്ല. രോഹിണിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ സത്യം ചെയ്യാം. കൈ അടിച്ച് ഞാൻ സത്യം ചെയ്യാം. ഇതെന്താ ഇത്? അതല്ല, ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിൽക്കുക. അല്ല, എനിക്ക് കൈനോക്കാൻ അറിയാം. ഞാൻ തമാശ പറഞ്ഞല്ല. അല്ല, ഭാഗ്യരേഖയുടെ ഉടക്കല്ലേ? നീ വലിയ ശീലാവധി അറിയൊന്നും വേണ്ട. എല്ലാവരും ഒന്നൊന്നും എന്തു ആവാന്നോ? അല്ലടാ, ഞാനിപ്പോ ചെന്നില്ലായിരുന്നു. എന്തായാലും നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കേട്ടു അല്ലടാ. ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയതാ. എന്നിട്ട് എന്നെ കയറി പിടിക്കാവുന്ന എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലേ? ഞാൻ വന്നപ്പോ മാത്രം ഒച്ച വെച്ചു. ഇവന്മാർ രണ്ടുപേരും അങ്ങോട്ടൊന്നില്ലേ? ഞാനോ? ഈ കയ്യമോ ഈ രാഘവനോ? അനാവശ്യം പറയരുത് കേട്ടോ. അതാ ഈ നിഷ്കളങ്കയായ പെൺകുട്ടി എന്നെ പറ്റി അനാവശ്യം പറഞ്ഞു. നീ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഈ കുട്ടി നല്ല കുട്ടിയാണ്. രണ്ടുപേരും പറഞ്ഞു. പറഞ്ഞു. ഞാൻ പറഞ്ഞു. മര്യാദക്കൂടെ കഴിഞ്ഞില്ല. എല്ലാത്തിനും ഞാൻ വിശുദ്ധന്ന് കൊല്ലും. ഇതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ഞാൻ ചാവും. പല ജാതിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ, പല തരക്കാരാ. എല്ലാരും എനിക്ക് ആളാം വിധം നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല. സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ. ഇവിടെ ഏത് പെണ്ണിന് എന്ത് സംഭവിച്ചാൽ അത് എന്റെ പെണ്ണിലേക്ക് വരൂ.
അയ്യോ 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 എന്റെ കൈയൊടിഞ്ഞേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, തന്റെ കണ്ണിലെത്തിരുവേ, തന്റെ ദേഹം തിരിച്ചല്ലോ, അതിനുമേ ചവിട്ടി നിർത്തിയില്ലേ? വെറും അഭിനയം സാറേ, അത് തിരിപ്പുണ്ട. അയ്യോ 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 സാറേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. അയ്യോ ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. സൈക്കിളിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നന്നാക്കിയിട്ട് ഈ അഡ്രസ്സിൽ ഒന്ന് എന്നെ കാണും. സൈക്കിളിന് മാത്രമല്ല, എനിക്കും കുഴപ്പമുണ്ട്. വന്ന് കാണാൻ പറഞ്ഞില്ലേ? അയ്യോ പുല്ല് ഇംഗ്ലീഷ്. ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരപ്പി, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലായിടവും ചുറ്റും. എന്തിനെ? എന്താ നിനക്കെന്തൊരു നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ, സർക്കാർ ആശുപത്രിയല്ലേ. ചുമ്മാ ഉള്ള പ്ലാസ്റ്ററെല്ലാം എടുത്ത് വലിക്കാരി ചുറ്റടേ. ചുറ്റാൻ പറ്റൂല, കാശ് എന്ന സാധനം തരാം, തന്നെ താൻ ചുറ്റിക്കോ. എന്തരാ വരട്ടെ, ഏട് ഏവൻ സർക്കാരിനെ തെണ്ടി. കായില്ല, ഈ കിണ്ടി വിറ്റെടുത്തോ, രക്ഷിപ്പിച്ചളയണം. സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സുരേഷ് മേനോൻ സാർ അവളെ. ഓ അയ്യോ സാർ. എന്താ? സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ല. പലിശ ആഫീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന്, ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമാ പെരയിലുണ്ടെന്ന്, പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന്, അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആഫീസിലുണ്ടെന്ന്. അങ്ങനെ കാണാൻ കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി. എന്താ കാര്യം? സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്തിനാ? അല്ല, കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത്. സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ ഞാനിപ്പോ വരാം. ഓ എക്സ്ക്യൂസ് മീ, സാറിന്റെ കാറടിച്ച് കാലൊടിഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അത് ശരി, ജസ്റ്റ് മിനിറ്റ്, അയാൾക്കൊരു 500 രൂപ കൊടുത്തേക്ക്. എടുക്കി. ആ ഒന്നുകൊണ്ട് എടുക്ക്. ആ വലിച്ച് മരിക്കി. വലി വലിക്ക്. ഇനി മുയലാളി ഒന്ന് വലിക്ക്. ഇനി മുയലാവൂല, ബാക്കിയുള്ള വീടി വലിച്ചാ മതി. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തര്, എന്നെ വിളിച്ചോണ്ട് പോയി യാസി മുറിയിലിരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴിവക്കം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ ഞാൻ. വേണ്ടാന്നൊരു 100 അത് നീ പറഞ്ഞു കാണോ? മുടിപ്പേര് അമ്മജിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ശങ്കരപിള്ളച്ചേട്ട ഒരു 500 രൂപയെങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ ഒരു 500 രൂപ എടുത്തോണ്ടെങ്കിൽ പോകുന്നു. വിസ്തരിച്ചത് മതി, സത്യം പറയണം. പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? മൊയലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയണ വർത്താനം പറയരുത്. വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കി. മനുഷ്യപ്പറ്റുള്ള മൊയലാളിമാരി നാട്ടിലുണ്ട്. വല്ലതിലും 10 ചക്ര ഒരിക്കുന്ന കണ്ടിട്ട് ഭയങ്കര കടി തന്നെ. മതി പുളു കേട്ടത്, റിഹേഴ്സൽ സമയം ഇതിനൊക്കെ. ഇവിടെ ബാലയെ കളിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കയറ്. വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ? ഇവിടുത്തെ ചാപ്പാട് സ്ഥിരമായിട്ട് 1 മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. തെണ്ടിത്തരം പറഞ്ഞാൽ ചന്തേ, ഇതൊരു കലാക്ഷേത്രമല്ലേ? കലാക്ഷേത്ര എന്നെ ഒരു കാര്യം, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. ചോയിര്. ചേട്ടൻ പറഞ്ഞ കാറ് എത്ര മണിക്ക് ഏത് വഴി എവിടെ വരും? കാറടിച്ച് ചക്രവണ്ണി കൈ മണയ്ക്കുമ്പോ എന്റെ കമ്മീഷൻ എങ്ങി തരണം.
ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അതൊക്കെ സമ്മതിച്ചോന്നേ. ബാലൻസ് ബാലൻസ്. ഇതാണ് സ്ഥലം. കാറ് വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം. അവന് ബ്രേക്ക് ഔട്ടാനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പര അമ്മയ്ക്കാണ് നിന്റെ കാറ്റ് പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലാണ്ട് വരണം. സൈക്കിൾ വേഗം ചാടേ. ചാട്. നീയൊക്കെ പോലീസാ. അയ്യോ നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല. சஸ்பெண்ட் பண்ணோம். ஏயா நீ ஏன் செக்யூரிட்டி கார்டுக்கு துப்பாக்கி கொடுக்கல? കൊടുത്തச்சு സാർ. அப்ப திருடன் ஏன் அந்த ஷூட் பண்ணல? ഹി ഈസ് നോട്ട് ആൻ ഓർഡിനറി ക്രിമിനൽ. தமிழ்ல பேசியா? ഇംഗ്ലീഷ്കാരൻ ഊരെ വിട്ട് പോയച്ച് ഇന്ന് ഞാൻ ഇംഗ്ലീഷിലെ പേസിക്കിട്ട്. മിസ്റ്റർ കൃഷ്ണൻ നായർ, ഇത്രയും വില കൂടിയ ഒരു കിരീടം ഈ നാട്ടുകാർക്ക് കാണാൻ വേണ്ടി മ്യൂസിയത്തിൽ കുറച്ചു ദിവസം സൂക്ഷിക്കാമെന്ന് സെൻട്രൽ മിനിസ്റ്റർ സമ്മതിച്ചപ്പോ നിങ്ങൾക്കെന്താ ഒരു സീരിയസ്നെസ് വേണ്ടേ? ராஜா செங்குட்டுவன் காலத்துல கடவுளுக்கு போட்ட அந்த தங்க கிரீடத்தை நம்மளால காப்பாற்ற முடியல. அதோட மதிப்பு என்ன தெரியுமா உங்களுக்கு? കാഞ്ചി വലിച്ച പൊട്ടാത്ത തോക്കും കൊടുത്ത് കുറെ മണ്ടന്മാരെയാണോ അവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്? അപ്പഴേക്കാണെങ്കിൽ സാർ സാർ, പൊട്ടുന്ന തോക്കുകൾ ഡിപ്പാർട്ട്മെന്റ് വളരെ കൂടുതലില്ലാന്ന് സാർ മനസ്സിലാക്കണം. അതിരിക്കട്ടെ, മോഷ്ടാവിനെ പറ്റി വല്ല തുമ്പും കിട്ടിയോ? അയാൾ വെൽ പ്ലാൻഡ് ആയിരുന്നിരിക്കണം. അല്ലെങ്കിൽ അലാറം അടിക്കുന്ന ഏരിയയിലൊന്ന് സ്പർശിക്ക പോലും ചെയ്യാതെ കിരീടം എടുത്തുകൊണ്ട് പോകാൻ സാധ്യമല്ല. ഒരു സർക്കസുകാരന്റെ മെയ്വഴക്കമാണ് അയാൾ കാണിച്ചത്. കള്ളനെ പോലത്തെ കാര്യം പറയൂ. ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ഒരു മഞ്ഞ ടാക്സി തട്ടിയെടുത്തുകൊണ്ടാണ് അയാൾ മ്യൂസിയത്തിലേക്ക് വന്നത്. മോഷണത്തിന് ശേഷം കാർ ഹൈവേയിൽ ഉപേക്ഷിക്കാനുണ്ടായത്. ഇന്ത്യ കോണ്ടിനെന്റൽ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് പറയുന്നത് പോൾ ബാർബർ എന്ന പേരിൽ ഒരാൾ അവിടെ താമസിച്ചിരുന്നുവെന്നാണ്. വെളുപ്പിന് 5:30 മണിക്ക് കീറിയ ഒരു കറുത്ത ഷർട്ടും ചോര ഒലിപ്പിക്കുന്ന മുതുകുമായി അയാൾ പുറത്തു നിന്ന് കയറി വരുന്നത് റിസപ്ഷനിസ്റ്റ് ശ്രദ്ധിച്ചിരുന്നു, കയ്യിലൊരു ബാഗുമായി. ഉടനെ വേഷം മാറി വന്ന അയാൾ റൂം വെക്കേറ്റ് ചെയ്തു. ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നപ്പോൾ ഈ പോൾ ബാർബർ ലുഫ്താൻസക്കാരുടെ ഫ്ലൈറ്റിൽ ന്യൂയോർക്കിലേക്ക് കടന്നു എന്ന് മനസ്സിലായി. ഓ മൈ ഗാഡ്, ഇവർ എന്നെ சொல்றாரு? എല്ലാം അപ്പുറമാ சொல்றேன். മ്യൂസിയത്തിലെ കമ്പിവേലിയിൽ കുടുങ്ങിയ ആവണം പുറം മുറിഞ്ഞത്. വേലിയിൽ നിന്ന് ഒരു കഷ്ണം കറുത്ത തുണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ തന്നെ ആവണം അയാൾ. கிரீடம் கிடைக்கலன்னா உங்களை தீர்த்து கட்டிடுவேன். മുയற்சி பண்ணிடுவோம் சார். அமெரிக்காவுக்கு போன திருடனை எப்படி பிடிக்கிறது? அது அவ்வளவுதான் ஐயா. அப்படி சொல்லாதுங்க சார். உயிரை கொடுத்தும் இந்த கிரீடத்தை நான் திருப்பி கொண்டு வந்துருவேன். நம்பிக்கை இல்ல. ப்ளீஸ் சார், லெட் us wait and see. முதல்ல சொல்லியாச்சு இங்கிலீஷ்ல பேசாதேன்னு. സോറി സാർ, മன்னிച്ചിടുங்க. ഈ മോഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. എല്ലാ ഗൗരവത്തോടെയും ഞാനത് മനസ്സിലാക്കുന്നു. വേണ്ടി വന്നാൽ CID വകുപ്പിൽ നിന്ന് ചിലരെ അമേരിക്കയിലേക്ക് അയക്കേണ്ടി വരും. എന്ത് ചെയ്തിട്ടായാലും തുമ്പുണ്ടാക്കിയേ പറ്റൂ. ഇത്തരം പ്രമാദമായ കേസുകൾ ഏറ്റെടുക്കാൻ കഴിവുള്ളവർ ഇവിടെ ഉണ്ട് സാർ, ഇവിടെ ഉണ്ട്. അവര് തന്നെ ശരണം. നോക്കിക്കോണം, ആ വൃത്തങ്ങളുടെ നടുവിൽ ഒരു സെന്റർ പോയിന്റ് കണ്ടു. പോയിന്റ് ഒക്കെ കണ്ടു. നീ അവിടെ ഉണ്ട കൊള്ളിക്കുന്നതാ എനിക്ക് കാണേണ്ടത്. ആ കൊള്ളിക്കാം. കാണട്ടെ കാണട്ടെ എന്ന് പറഞ്ഞ ഒന്ന് എയിം ചെയ്യണ്ടേ? പൊട്ടട്ടെ പൊട്ടട്ടെ. നീ ചിലക്കായിരിക്കും. 1 2 3. നിന്റെ ഉണ്ട അങ്ങ് നേരെ ബഹിരാകാശത്തേക്ക് പോയി. പലകെ കൊണ്ടില്ലേ? എവിടുന്ന്? എന്റെ വെടി നോക്കിയോ. അത് കാണും. റെഡി? 1 2 പലകെ കൊണ്ടു. അവിടെ ഒരു പശു മറിഞ്ഞു വീണു. അതുകൊണ്ട് നിന്റെ വെടി അതിനിട്ടാണോ കൊണ്ടതെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്റെ വെടി കറക്റ്റായിട്ട് പലകയെ തന്നെയാ കൊണ്ടത്. വാ നോക്കാം. നീ പോയി നോക്കിട്ട് വാ. ഞാൻ വരണോ? വരാൻ. വെടി കൊണ്ടത് പശുവിനല്ല. ഓടിക്കോ. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. മിസ്റ്റർ രാംദാസ്, എങ്ങോട്ടാ? ഓട്ടപരിശീലനമാണ് സാർ. കയറേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ അവിടെ ഒരു ബഹളം? അവിടെ പിന്നെ നാട്ടുകാർ ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലുകയാണ് സാർ.
എത്രയോ വർഷമായിട്ട് വേണോട്ടന്റെ വീട്ടുകാർക്കല്ലേ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കമ്പനി ഓർഡർ മാറ്റി കൊടുത്തത്? ഞാൻ മാനേജറോട് ചോദിക്കട്ടെ. മാനേജറുടെ സത്യേട്ടൻ ചോദിച്ചു. അപ്പം മാനേജർ പറഞ്ഞു ആൽഫിയാണ് മാറ്റി കൊടുത്തതെന്ന്. മാനേജർ മാറ്റരുതെന്ന് പറഞ്ഞപ്പോ ആൽഫയോട് തട്ടിക്കേറിയെന്നും പറഞ്ഞു. അനിയും കുഞ്ഞൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. സർ, കൺസൈൻമെന്റ് അയക്കാൻ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. LC ഓപ്പൺ ചെയ്യണം. LC ഇതുവരെ വന്നിട്ടില്ല. ഓളെവിടെ പോയി? സാർ, ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞല്ലേ കുഴപ്പമാവുന്നു. ഇതാ വർമ്മ സാർ ലൈനിലുണ്ട്. സാറിനോടൊന്ന് അത്യാവശ്യമായി വീട്ടിലോട്ട് ചെല്ലാൻ. നമുക്ക് സൗകര്യം ഇല്ലെന്ന് പറ. അയാൾ വിളിക്കുന്നിടത്തൊക്കെ ചെല്ലലല്ലേ നമ്മളെ പണി. അങ്ങോട്ട് വരാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു സാർ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. വർമ്മ സാർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. നമുക്ക് അർജന്റായിട്ട് പുറത്തേക്കൊന്ന് പോണം. വർമ്മ സാർ വന്നാ അയാളോട് പോയി പണി നോക്കാൻ പറ. ഇനി ഇവിടെ ഇരുന്ന് സുഖിക്കാണല്ലേ? ഞമ്മളെ കൊണ്ട് കഴിയില്ല ഇനി ഇവിടെ ഇരിക്കാൻ. ആകെ കുലുമാല്. മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ എഴുത്തും കുത്തും വർത്താനോ. ഫോണെടുത്ത് പോയാൽ മുഴുവൻ മുടിഞ്ഞ ഇംഗ്ലീഷ്. കുറെ നായിന്റെ മക്കളെ നമ്മൾ പുളിച്ച് തെറി വിളിച്ച് എന്നിട്ട് രക്ഷയില്ല. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? താൻ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ വെറുതെ ചൂടാവുന്ന ആളല്ല ആൽഫി. ഞാൻ വേണമെങ്കിൽ മാപ്പ് ചോദിക്കാം സാർ. ആദ്യം എന്താ ഉണ്ടായെന്ന് അറിയട്ടെ. പഠിക്കും. 5000 രൂപ വാങ്ങിച്ചോണ്ട് 60 ലക്ഷത്തിന്റെ ഓർഡർ നീ കൊടുത്താ? മൈമുനെ പണിയെടുക്കാൻ പിന്നെ വേറെന്താ വൈ? മൈമുനോട് എന്നെ കൊണ്ടത് ഞാനിപ്പോ എന്ത് ചെയ്യും? ഒന്നുകിൽ ആ പണി വേണ്ടത്, എന്നിട്ട് കുറെ കാലത്തേക്ക് ലീവ് ലീവ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ആൽഫിയുടെ അറിവുകൾ കൊണ്ട് സംഭവിച്ചതാണല്ലോ. ഇത്രയും നാള് ആ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ ഇന്ദുവിന്റെ ചേട്ടനാ. പെട്ടെന്ന് ഒരു കാരണവും ഇല്ലാതെ മാറ്റണ്ടായിരുന്നു. അവർക്കും വിഷമമുണ്ട്. എനിക്കതറിയില്ലായിരുന്നല്ലോ. മാനേജർ പറഞ്ഞില്ലേ? മാനേജർ ഒരു കാര്യം എന്നോട് തുറന്ന് പറയാറില്ല അങ്കിൾ. ആ മാനേജർ എന്ത് ചോദിച്ചാലും കുറെ പേപ്പർ എടുത്തിട്ട് അവിടെ ഒപ്പിട് ഇവിടെ ഒപ്പിട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് തനിക്കെങ്ങനെ അറിയാം? താനാരാ? എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ എല്ലാ കാര്യവും ഇയാളായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. ചന്ദ്രനെ കാണാൻ വന്നതാണ്. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ആൽഫിക്ക് വല്ലാതെ ദേഷ്യം വന്നു എന്നൊക്കെ അറിഞ്ഞു. അതാണല്ലോ അയാൾ പോയി പണി നോക്കട്ടെ എന്നൊക്കെ എന്നെ പറ്റി അതാ മാനേജറുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞ. അതെനിക്ക് തോന്നി. ആൽഫി വരൂ, അയാൾ പുറത്തു നിൽപ്പോ. ഞാൻ വരില്ല. എനിക്ക് അയാളുടെ മുഖം കണ്ട എന്റെ കൺട്രോൾ പോവും. അതെന്താ? ക്ഷമിക്കണം, ഞാൻ അയാളെ കാണില്ല. ഞാനയാളെ കാണില്ല. എനിക്ക് അയാളെ കാണുന്നുണ്ട. അയാൾ മാപ്പ് പറയാനാണ് വന്നത്. കുറ്റവാളികൾക്ക് മാപ്പ് കൊടുക്കുന്ന വകുപ്പ് എന്റെ നിയമപുസ്തകത്തിലില്ല. അയാളെ തല്ലാനായി എന്റെ കൈകൾ ധരിച്ചപ്പോഴാണ് ഞാൻ ഇറങ്ങി ഓടിയത്. വീണ്ടും അയാൾ ഇവിടെ വെച്ച് കണ്ടാൽ എനിക്ക് അയാളെ കണ്ട. ഞാൻ മാനേജ് ചെയ്തോളാം. എനിക്ക് അയാളെ കണ്ട. ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ, ഞാനില്ല ഇവിടെ. ഓക്കെ. എന്നാൽ ഈ വീട് കണ്ടുപിടിച്ചത് അതിശയം തന്നെ. ഞാൻ എന്റെ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഇതുവഴി വന്നപ്പോ എന്തായത്? ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. പായസം ഉണ്ടാക്കി. ഓ, ഇതുപോലെ 100 ജന്മദിനങ്ങൾ കൊണ്ടാടാൻ സർവേശൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആഹാ, ഇതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. നേര് പറയാട്ടോ, എന്റെ അമ്മ വെക്കാനുള്ള പായസത്തിന്റെ അതേ രുചി. അതിലും നന്നായിരിക്കുന്നു എന്ന് പറയാനും എനിക്ക് മടിയില്ല. പുറന്നാളായിട്ട് ഞാൻ എന്തെങ്കിലും സമ്മാനം തരട്ടെ? ഞാൻ അറിഞ്ഞില്ല. സമ്മാനൊന്നും വേണ്ട. ഒന്നും പറയണ്ട, ഇത് സ്വീകരിച്ചോ? അയ്യോ, അതൊന്നും വേണ്ട. അല്ല, ഇന്ന് പിറന്നാളായിട്ട് എതിരൊന്നും പറയരുത്, ഒന്നും പറയരുത്. എന്റെ സ്നേഹോപഹാരമായിട്ട് നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. കാണട്ടെ. ഹായ്. ഇന്ന് ലീവാ. ഓഹോ, എനിക്ക് കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. അയ്യോ, കൊള്ളാം. അപ്പൊ ഞാനോ? ഇന്ന് ഒരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ടാ. അല്ല, എനിക്കും കുറച്ച് ജോലികളുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ വരാം.
പായസം വളരെ നന്നായിട്ടുണ്ട്. സോ സ്വീറ്റ്. പോട്ടെ. ശരി. പോട്ടെ. അവനെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചിരുന്നു അല്ലേ? ആരാ അത്? ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് പോന്നോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവൻ എന്തിനാ ബർത്ത്ഡേക്ക് ക്ഷണിച്ചത്? എന്തു പറ്റി? ഞാൻ ആരും ക്ഷണിച്ചില്ലല്ലോ. ഫ്രണ്ട് അവിചാരിതമായി വന്നതാ. എന്റെ ഫ്രണ്ട് ഒന്നുമല്ല അവൻ. എന്തിനാ ഇത്രയും നുണ പറയുന്നേ? മിസ്റ്റർ രാംദാസിന് ഭാര്യയും കുട്ടികളും ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൻ വാച്ച് കെട്ടി തന്നപ്പോ എന്തുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ല? അല്ല, എന്താ നിങ്ങളുടെ ഭാവം? എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി മറ്റൊരു അലവലാതിയുടെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോ? എനിക്കറിയാം, അവൻ കുട്ടിയെ വഴിതെറ്റിക്കാൻ നോക്കുകയാണ്. മിസ്റ്ററോ? നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്തടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്? അപ്പോ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞതൊക്കെ മറന്നോ? എന്തു പറഞ്ഞു? നിങ്ങളൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞത്. ആ പറഞ്ഞത് ഈ വിധത്തിലാ എടുത്തത്? ഏത് വിധത്തിലാ പറഞ്ഞത്? ഇഷ്ടത്തിന് ഒരർത്ഥേ ഉള്ളോ? ഒരു സഹോദരനെ പോലെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ. കാണാൻ കൊള്ളാത്ത ആണുങ്ങളെ സഹോദരന്മാരെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. എന്നോടിത് വേണ്ടായിരുന്നു. Now listen. Number 1, നമുക്ക് അതിമാരകമായ ഒരു തോക്ക് വാങ്ങണം. ഒറ്റ വേടിക്ക് 2 ചാകണം. നടന്നു തന്നെ. നമ്പർ 2, നിങ്ങളുടെ കാറിൽ നിങ്ങൾ എന്നെ അവന്മാരുടെ വീട്ടിലെത്തിക്കണം. പൊന്നു കുട്ടികളെ, ജീവിതം താറുമാറായിരിക്കുക. അവന്മാരെയും തട്ടി എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ നാട് പിടിക്കണം. കടയിൽ ചെന്ന് തോക്ക് വാങ്ങിച്ചതിന് ശേഷം ലൈസൻസ് എടുത്താൽ മതി. അതാ ഇവിടുത്തെ നിയമം. ലൈസൻസ് എടുക്കാതെ തന്നെ പണി പറ്റിക്കാമെന്നും വെച്ചോളൂ. പക്ഷെ നമ്പർ 1 നടക്കണമെങ്കിൽ കുറഞ്ഞത് 15,000 രൂപ എങ്കിലും കൈ വേണം. അയ്യോ, അതിനിപ്പോ രൂപ എവിടുന്ന? അപ്പൊ നമ്പർ 1 പൊളിഞ്ഞു, തോക്കില്ല. ഇനി അടുത്തത് പറ. ആ വായിക്കാത്ത 1-2 സ്വർണ്ണപ്പല്ലുണ്ട്. അരപ്പവനോളം വരും. വിൽക്കാം. വല്ലതും നടക്കുവോ? അരപ്പവനുണ്ടെങ്കിൽ 2 ഏറെ അടക്കം വാങ്ങിക്കാം. അരപ്പവനുണ്ടല്ലോ, എങ്കിൽ വല്ല ഗ്രനേഡോ കൈബോംബോ കിട്ടുമെന്നോ? അത് മതി. എന്നാ പല്ലിളക്കി കൈ വെച്ചിട്ട് കൂടെ വാ. ഞാൻ അണ്ടർവേഡിലും തപ്പാം. എങ്കിൽ ആ പല്ലടിച്ച് ഇളക്കാമെന്ന്. പിന്നെ അവിടെ ഞാൻ ഇളക്കിക്കോളാം. വാ. വിജയനോ? നീ എവിടായിരുന്നു? നിന്റെ കേസിന്റെ എൻക്വയറി റിപ്പോർട്ടിൽ ഏത് കേസ്? ഏത് കേസെന്നോ? നേരം വെളുത്തപ്പോ മുതല് പോസ്റ്റ് ഓഫീസിൽ പോയിരുന്ന് എഴുത്തും തിരുത്തുമായിരുന്നു. മനുഷ്യന്റെ തല പൊളിഞ്ഞു. കേസ് അന്വേഷണം ഇവിടം വരെയായി? പുരോഗമിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടു. എന്ത് കണ്ടു? കേസിന്റെ പുരോഗമനം. മനസ്സിലായില്ല. എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. നിനക്ക് എന്തു പറ്റി വിജയ? നീ മരുന്ന് വല്ലതും മാറിക്കഴിച്ചോ? ഏയ് പറ, എന്താ പ്രശ്നം? നീ ഇന്ന് എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയില്ല. കാരണം അങ്ങനെയാണ്. ഇന്നൊരു സുദിനമാണ്.